അറ്റ്ലാന്റിക് കടലിന്റെ നടുവിൽ ഇന്നും ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ പോയ ചില കപ്പലുകളും വിമാനങ്ങളും ഒരു സൂചന പോലും ബാക്കിയാക്കാതെ അപ്രത്യക്ഷമായി. ഫ്ലോറിഡ, ബെർമുഡ, പ്യൂർട്ടോറിക്കോ ഈ 3 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രദേശത്തെയാണ് ലോകം ബെർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഇന്നുവരെ ശാസ്ത്രത്തിന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവരെയും ഭയപ്പെടുത്തിയ ഏറ്റവും വലിയ സംഭവം 1945 ആരംഭിച്ചു. അന്ന് 5 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒരു സാധാരണ ട്രെയിനിങ് മിഷനായി പറന്നുയർന്നു. ആദ്യമെല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പൈലറ്റുകൾ ശാന്തരായിരുന്നു. പക്ഷെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കാര്യങ്ങൾ മാറി. വിമാനത്തിലെ കമ്പസുകളെ പ്രവർത്തനം നിർത്തി. പൈലറ്റുമാർക്ക് ദിശ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ റേഡിയോ സന്ദേശങ്ങൾ പതിയെ ഭയപ്പെടുത്തുന്നതായി മാറി. ഞങ്ങൾക്ക് വെസ്റ്റ് എവിടെയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല, ഒരു പൈലറ്റ് റേഡിയോയിൽ പറഞ്ഞു. സമുദ്രം പോലും സാധാരണ പോലെ കാണുന്നില്ല. അവരുടെ ശബ്ദത്തിൽ ഭയം വ്യക്തമായിരുന്നു. അതിനുശേഷം റേഡിയോ സിഗ്നൽ പൂർണ്ണമായി നഷ്ടമായി. ഫ്ലൈറ്റ് 19 ഒരടയാളം പോലും ബാക്കിയാക്കാതെ അപ്രത്യക്ഷമായി. അവരെ കണ്ടെത്താൻ ഉടനെ രക്ഷാപ്രവർത്തനം തുടങ്ങി. പക്ഷെ രക്ഷാപ്രവർത്തക വിമാനം പോലും പിന്നീട് കാണാതായി. അതോടെ ലോകം മുഴുവൻ ഭയന്നു തുടങ്ങി. പിന്നീട് കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും ഈ പ്രദേശത്ത് ദുരൂഹമായി അപ്രത്യക്ഷമായി. ചില കപ്പലുകൾ പിന്നീട് കണ്ടെത്തി. പക്ഷെ അതിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണവും സാധനങ്ങളും അതേപടി ഉണ്ടായിരുന്നു. എന്നാൽ ജീവനുള്ള ഒരാളുമില്ല. ഇതോടെ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള കഥകൾ ലോകമെങ്ങും പടർന്നു. ചിലർ വിശ്വസിക്കുന്നത് ഈ പ്രദേശത്ത് മാഗ്നറ്റിക് വ്യതിയാനങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് കാമ്പസുകളും നാവിഗേഷൻ ഉപകരണങ്ങളും തെറ്റായി പ്രവർത്തിച്ചത്. മറ്റു ചിലർ പറയുന്നത് സമുദ്രത്തിനടിയിലെ മീഥേൻ വാതകമാണ് കാരണം. ആ വാതകം പെട്ടെന്ന് പുറത്തു വന്നാൽ കപ്പലുകൾ വരെ വേഗത്തിൽ മുങ്ങിപ്പോകുമെന്നവർ പറഞ്ഞു. പക്ഷെ എല്ലാവരെയും കൂടുതൽ ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട്. ബെർമുഡ ട്രയാങ്കിൾ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചില പൈലറ്റുകൾ ആകാശത്ത് വിചിത്ര പ്രകാശങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. റഡാറിൽ കാണാത്ത ചില വസ്തുക്കളും അവർ കണ്ടതായി പറഞ്ഞിരുന്നു. ചില സംഭവങ്ങളിൽ സമയം പോലും തെറ്റിപ്പോയതായി ആളുകൾ പറഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർക്കത് കുറച്ച് മിനിറ്റുകൾ പോലെ തോന്നിയിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ലോകം മുഴുവൻ ഭയപ്പെട്ടു. പക്ഷെ ചില സയന്റിസ്റ്റുമാർ ഈ കഥകളിൽ പലതും അതിശയോക്തിയാണെന്ന് പറഞ്ഞു. അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശത്ത് ശക്തമായ കൊടുങ്കാറ്റുകൾ സാധാരണമാണ്. പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അപകടമാകാം. എന്നാൽ ചില സംഭവങ്ങൾക്ക് ഇന്നും വ്യക്തമായ മറുപടിയില്ല. അതുകൊണ്ടാണ് ബെർമുഡ ട്രയാങ്കിൾ ഇന്നും ഒരു വലിയ ദുരൂഹതയായി തുടരുന്നത്. ചിലർ ഇതൊരു പ്രകൃതി ദുരന്തമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റു ചിലർ ഇതിൽ മനുഷ്യർക്കറിയാത്ത എന്തോ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇന്നും ചില പൈലറ്റുകൾ ഈ പ്രദേശത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അസ്വാഭാവികമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് ഉപകരണങ്ങളിൽ തകരാറുകൾ അനുഭവപ്പെട്ടു. ചിലർക്ക് റേഡിയോ സിഗ്നൽ പോലും നഷ്ടപ്പെട്ടു. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണോ നടക്കുന്നത്? അതൊരു പ്രകൃതി രഹസ്യമോ അല്ലെങ്കിൽ മനുഷ്യർക്കറിയാത്ത മറ്റെന്തെങ്കിലുമാണോ? ഇന്നുവരെ അതിന്റെ ഉത്തരം ആരും കണ്ടെത്തിയിട്ടില്ല. അതിനാലാണ് ബെർമുഡ ട്രയാങ്കിൾ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായി തുടരുന്നത്.